ജില്ലാ സെക്രട്ടറി അങ്ങനത്തെ ജൽപ്പനങ്ങൾ നടത്തുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകളും ആ പാർട്ടി സംവിധാനത്തിൽ നിന്ന് മാറി ഇവിടെ വേറൊരു സേവ് CPI എന്ന് പറയുന്ന ഒരു സംവിധാനത്തിന് വഴിയൊരുക്കിയത് സുരേഷ് രാജ് ആ കാര്യത്തിൽ വളരെ പ്രഗത്ഭന. ഒരു പാർട്ടി ജില്ലാ സെക്രട്ടറിക്ക് വേണ്ട പക്വത ഉണ്ടായിരുന്നുവെങ്കിൽ പാലക്കാട് ജില്ലയ്ക്കകത്തെ സംഘടനാ പ്രശ്നങ്ങൾ ഇത്രയേറെ വഷളാവുന്നൊരു സ്ഥിതി ഉണ്ടാവില്ലായിരുന്നു. അത് കുറച്ച് കാലമായിട്ട് മാധ്യമപ്രവർത്തകരെ എന്ന നിലയ്ക്ക് നിങ്ങളൊന്ന് പരിശോധിച്ചാൽ മതി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്നു ഈശ്വരി രേശൻ ഇന്ന് പാർട്ടിയിലില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ അസിസ്റ്റൻറ്റ് സെക്രട്ടറി ആയിരുന്നു സഖാവ് PM വാസുദേവൻ മാഷ് ഇന്ന് പാർട്ടിയിലില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കോങ്ങാട് മണ്ഡലം കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്നു സഖാവ് KK രാജമാഷ്. ആ രാജമാഷ് ഇന്ന് പാർട്ടിയിലില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം BKMUവിൻ്റെ ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡൻ്റായിരുന്നു സഖാവ് സുന്ദരേട്ടൻ ഇന്ന് പാർട്ടിയിലില്ല. അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ എക്സിക്യൂട്ടീവും സംസ്ഥാന വൈസ് പ്രസിഡൻറ്റുമായിരുന്നു സഖാവ് VV കുട്ടികൃഷ്ണൻ ഇന്ന് ഈ പാർട്ടിയിലില്ല. അങ്ങനെ പറഞ്ഞു പോയാൽ ഒരുപാട് പേരുകൾ പറയേണ്ടി വരും. അതെല്ലാം തന്നെ ഈ സുരേഷ് രാജിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ ബോധപൂർവമായ വിഭാഗീയ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ഈ പാർട്ടിക്ക് നഷ്ടപ്പെട്ടതാണ്. ഈ പാർട്ടിയുടെ മുഖമായി നാളെ വരും എന്ന് ഉറപ്പുള്ള ആളുകളെ പലവിധ പ്രലോഭനങ്ങൾ കൊണ്ട് അവരെ ഈ പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കുന്നതിന് വേണ്ടി ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ച ഒരാൾ സുരേഷ് രാജാണ്. അതുകൊണ്ട് ആ സുരേഷ് രാജ് CPI രക്ഷിക്കുമെന്ന് പറയുന്നത് വിശ്വസിക്കാൻ മാത്രമുള്ള ഒരു ബുദ്ധിശൂന്യത എന്തായാലും പാലക്കാട് ജില്ലയിലെ CPIക്ക് ഇല്ല എന്നുള്ള വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. ഇസ്മായിലിനെതിരെ നടപടിക്ക് ശുപാർശ ചെയ്തു എന്നാണ് പറയുന്നത്. ഇസ്മായിലിനെതിരെ നടപടിക്ക് ശുപാർശ ചെയ്തോട്ടെ. ഇസ്മായിലിൻ്റെ ഒരു സഹായം ഇന്നുവരെ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ല. ഇസ്മായിൽ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവിനെ മുൻനിർത്തി ഞങ്ങൾക്ക് ഈ സേവ് CPIയുടെ പ്രവർത്തനങ്ങളുമായി പോകേണ്ട യാതൊരു ഗതികേടും ഞങ്ങളെ സംബന്ധിച്ചില്ല. കെയുടെ എല്ലാ ഔദാര്യങ്ങളും പറ്റിയ ഒരാൾ സുരേഷ് രാജാണ്. പത്രപ്രവർത്തകരെന്ന നിലയ്ക്ക് നിങ്ങൾ ആലോചിക്കുക, സുരേഷ് രാജിൻ്റെ ജീവിതവും ജീവനും ഇപ്പോൾ ഈ പാർട്ടിയിൽ കാണുന്ന മുഴുവൻ സ്ഥാനങ്ങളും അതെല്ലാം തന്നെ നേടിയത് KE എന്ന് പറയുന്ന 2 അക്ഷരത്തെ മുൻനിർത്തിയാണ്. ഇതിലുള്ള ഒരാളും അങ്ങനത്തെ ഒരു ഗതികേടിലേക്ക് പോകേണ്ടി വന്നിട്ടില്ല. കെയുടെ പിന്തുണ നിങ്ങൾക്കുണ്ടോ? കെയുടെ പിന്തുണ ഞങ്ങൾക്ക് ആവശ്യമില്ല. ഇസ്മായിലിൻ്റെ പിന്തുണ എന്തിനാ? സേവ് CPI എന്ന് പറയുന്ന ഒരു മുന്നേറ്റത്തിന് ഇസ്മായിലിൻ്റെ ഒരു പിന്തുണ ഞങ്ങൾക്ക് ആവശ്യമില്ല. സംസ്ഥാന നേതൃത്വത്തിന് കൊടുത്തിട്ടുണ്ട്. അത് സംസ്ഥാന നേതൃത്വം ഞങ്ങളെ കൂടിയാലോചന നടത്തി തന്നെ പത്രക്കാർ മൂടിവെക്കാൻ ശ്രമിക്കുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങൾ ഉൾപ്പെടെ കാണിച്ച് സംസ്ഥാന ലീഡർഷിപ്പിലുള്ള ആളുകൾക്ക് ഞങ്ങൾ വ്യക്തമായി ഇതിൻ്റെ പരാതി നൽകിയിട്ടുണ്ട്. ആ പരാതി നൽകിയത് പരിശോധിക്കാൻ സംസ്ഥാന ലീഡർഷിപ്പ് തയ്യാറാകാത്ത സാഹചര്യം വന്നാൽ പരസ്യമായി ഇങ്ങനെ പത്രക്കാരെ വിളിച്ചുകൂട്ടി ആ ഡോക്യുമെൻ്റ് ഞങ്ങൾ വിതരണം ചെയ്യും. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നതും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവെന്ന് പറയുന്നതും കറകളഞ്ഞ പാരമ്പര്യമുള്ളവരും സമൂഹം മൊത്തത്തിൽ അംഗീകരിക്കപ്പെടുന്നവരുമാകണം. യാതൊരു വിധത്തിലുള്ള കുടുംബ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ ഒരു CPIയുടെ പ്രവർത്തകനായി CPIയുടെ നേതൃത്വത്തിലേക്ക് വന്നു എന്ന ഒറ്റ കാരണം കൊണ്ട് കോടിയാധിപതികൾ ലക്ഷാധിപതികളാകുന്നത് രാഷ്ട്രീയ പ്രവർത്തനം സമ്പത്തുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മാർഗമായി ആരും കണ്ടിട്ടില്ല. എവിടെയും അത് അംഗീകരിക്കപ്പെട്ടിട്ടില്ല. ഈ പൊതുജീവിതത്തിൻ്റെ ഇടയ്ക്ക് ഒരുപാട് സമ്പത്തുണ്ടാക്കാൻ കഴിഞ്ഞ ആളുകൾ ആരാണെന്ന് നിങ്ങൾ പരിശോധിക്കുക. 3 തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചല്ലോ സഖാവ് സുരേഷ് രാജ്. ആ സുരേഷ് രാജ് ഓരോ തെരഞ്ഞെടുപ്പ് സമയത്തും നോമിനേഷൻ്റെ ഭാഗമായി കൊടുത്തിട്ടുള്ള അഫിഡവിറ്റ് നിങ്ങൾ പരിശോധിക്കുക. ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ 5 വർഷം കഴിഞ്ഞ് അടുത്ത നോമിനേഷൻ 5 വർഷത്തിൽ നടക്കാൻ പോകുന്ന ഒരു നിയമസഭയിലേക്ക് കൊടുക്കുമ്പോൾ ഉണ്ടാകുന്നതും അതിൻ്റെ ശേഷം 5 വർഷം കഴിഞ്ഞ് പിന്നെയും നോമിനേഷൻ കൊടുക്കുന്ന സമയത്തുണ്ടായ ആസ്തി ബാധ്യതകൾ നിങ്ങളൊന്ന് പരിശോധിക്കുക.